ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേവസേന ഇൻസ്പയർഡ് ഡ്രേപ്പാണ്. ബാഹുബലി സിനിമയിൽ അനുഷ്ക ഷെട്ടി യൂസ് ചെയ്യില്ലേ, ആ ഒരു ഡ്രേപ്പ്. ഒരു 8 മീറ്ററെങ്കിലും സാരിയുടെ നീളം വേണം. പക്ഷേ ഈ സാരിക്ക് അത്രയും നീളമില്ല. പക്ഷേ നമുക്ക് ഇത് ഉള്ള സാരി വെച്ച് നമുക്ക് നന്നായിട്ട് ഡ്രേപ്പ് ചെയ്യാം. ആദ്യം തന്നെ സാരി നമ്മുടെ പുറകിൽ കൂടി എടുത്തിട്ട് നമ്മുടെ ഇടത്ത് സൈഡിൽ ഒരു 1.5 മീറ്റർ ഫാബ്രിക് വിട്ടിട്ട് നല്ല ടൈറ്റായിട്ടൊരു നോട്ട് കെട്ടുക. ഈ നോട്ടുമേലാണ് ഈ സാരിയുടെ ഡ്രേപ്പിംഗ് മുഴുവൻ വരുന്നത്. അതുകൊണ്ട് നോട്ട് നല്ല ടൈറ്റായിരിക്കണം. അണ്ടർസ്കേർട്ട് വേണ്ട ഈ സാരി ഡ്രേപ്പിംഗ് ചെയ്യാൻ, ബിക്കോസ് ഇതൊരു ധോത്തി സ്റ്റൈൽ ഡ്രേപ്പാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ 1.5 മീറ്റർ ഫാബ്രിക് നമ്മുടെ ഇടത്തെ കാലിൻ്റെ അടിയിൽ കൂടി എടുത്തിട്ട് പുറകിൽ നന്നായിട്ട് പ്ലീറ്റ് ചെയ്യുക. വേർട്ടിക്കലി സാരി പിടിച്ചിട്ട് നന്നായിട്ട് പ്ലീറ്റ് ചെയ്യുക. കസവൊക്കെയുള്ള സാരി ആണെങ്കിൽ ആ കസവ് കാണുന്ന രീതിയിൽ പ്ലീറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ഒട്ടുമിക്ക സാരികൾക്കും ഫോള് വെക്കുന്നതുകൊണ്ട് ഫോള് പുറത്തേക്ക് കാണുന്നുണ്ട്. അത് നമുക്ക് അവസാനം ശരിയാക്കാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഫോളൊന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല പുറകിൽ നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ബാക്കി വരുന്ന മെജോറിറ്റി ഓഫ് ഫാബ്രിക്കിൻ്റെ ഏരിയ എടുത്തിട്ട് പ്ലീറ്റ്സ് എടുക്കുക. ഞാൻ ഇത് ഓൾറെഡി യൂസ് ചെയ്ത സാരി ആയതുകൊണ്ട് ഇതിന് ചെറിയ ഞൊറിവുകളുടെ മടക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിതിന് പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ഈ സാരി വെച്ചിട്ട് നിവി ഡ്രേപ്പ് 2-3 തവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്ലീറ്റ്സ് എടുക്കുന്ന പണി ഉണ്ടായിരുന്നില്ല. അപ്പം ലോങ് പ്ലീറ്റ്സ് ആണ്, അതായത് നമ്മൾ ആ പ്ലീറ്റ് എത്ര നീളം വരുമോ അത്രയും നീളത്തിൽ നമ്മൾ പ്ലീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ ഈ സാരിക്ക് ഒരു ഡെഫിനിഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു നോട്ട് ഇട്ടില്ലേ, ആ നോട്ടിൻ്റെ ഇടയിൽ കൂടെ ബാക്കി വരുന്ന മുഴുവൻ ഫാബ്രിക്കും വലിച്ച് പുറത്തേക്ക് എടുക്കുക. നല്ല പോലെ ടൈറ്റായിട്ട് വലിക്കണം, എന്നാലേ ആ സാരിക്കൊരു ഡെഫിനിഷൻ കിട്ടുള്ളൂ. ഈ ഒരു ഡ്രേപ്പിങ്ങിന് കസവ് സാരിയാണ് ഏറ്റവും നല്ലത്, അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ ബാക്കി വരുന്ന പോർഷൻ നമ്മുടെ അരയ്ക്ക് ചുറ്റും ചുറ്റിയെടുക്കുക. പുറകിലത്തെ പ്ലീറ്റിൻ്റെ ഉള്ളിൽ കൂടെ വേണം എടുക്കാൻ. അപ്പം മുന്നിൽ ഇതേപോലെ ഒരു ഞൊറിവ് വരും, അതൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് പിടിച്ചിടുക. ബാക്കി പോർഷൻ എടുത്തിട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് പല്ലുമായിട്ട് ഇടാം. അപ്പം ഈ സാരിക്ക് നീളം കുറവായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഡ്രേപ്പിംഗ് മെത്തേഡ് കറക്റ്റാണ്. നിങ്ങളൊരു 8 മീറ്ററുള്ള സാരിയൊക്കെ കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് പല്ലു പോർഷനും കൂടെ വരും. ഞാൻ ഈ സാരി വെച്ചിട്ട് ഈ ഡ്രേപ്പ് ചെയ്യാൻ കാരണം ഇത് അത്രയും ഭംഗിയുള്ള ഒരു കളറാണ്. ക്യാമറയിൽ ശരിക്കും ഇതിൻ്റെ കളറ് ശരിക്കും കാണുന്നില്ല എന്ന് തന്നെ പറയാം. നല്ലൊരു റോയൽ ലുക്കാണ് ഈ സാരി ഉടുക്കുമ്പോൾ. ഞാൻ നിവി ഡ്രേപ്പ് ചെയ്തപ്പോഴും ഒത്തിരി പേര് കോംപ്ലിമെൻറ്റ്സ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.